നമ്മൾ ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം ഒരു ആഗോള പൗരനും ഒരു ആഗോള വ്യവസായിയും ഒരു നിർദ്ദോഷിയായ സാധുവായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിലുള്ള മത്സരം ആണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇപ്പോൾ ഈ പിന്നെ പന്നിന് ആദ്യ ഘട്ടത്തിലേ പറഞ്ഞു എനിക്കിതിൽ താല്പര്യമില്ല, മത്സരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പകരം ആളില്ലാത്തതുകൊണ്ട് പന്നിനെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതേസമയം ദീർഘകാലത്തിന് ശേഷമാണ് LDF പന്നിനെ പോലെ സ്വീകാര്യനായ ജനകീയനായ പിന്നെ മറ്റ് തരത്തിൽ കേടൊന്നും പറയാനില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നത്. പക്ഷേ ഇത്തവണ ഈ പന്നിനാണ് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു പോയിന്റ് LDF എൻകാഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെ മേൽക്കൈ നോക്കുമ്പോൾ അല്ല, ഇവരുടെ LDF വോട്ടുകൾ കൃത്യമായിട്ട് അവർക്ക് വീഴ്ത്താൻ പറ്റുകയും അതേസമയം തന്നെ ഈ പിന്നെ ബാക്കി എതിർക്കുന്ന വോട്ടുകൾ കൃത്യമായി സ്പ്ലിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന സാഹചര്യം മുസ്ലിം വോട്ട്, കാരണം മോഡിനെ ഭയങ്കര പേടിയാണല്ലോ, ക്രിസ്ത്യാനികളെ പോലല്ല. അപ്പോൾ ഈ മുസ്ലിം വോട്ട് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആരാണ് എന്ന് നോക്കി അങ്ങോട്ട് ചെയ്യാൻ സാധ്യത. അങ്ങനെ ഘട്ടം വന്നാൽ ചിലപ്പം ജയിച്ചു. അത് സാധ്യത വളരെ കുറവാണ്. അതേ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അനുകൂലമായിട്ട് വരികയും എന്നാൽ ഈ ശശി തരൂർ ജയിക്കില്ല, രാജീവ് ജയിക്കുന്ന ഫീൽ ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ രീതിയിൽ അതൊരു വിദൂരമായ സാധ്യതയാണ്. ഈ വിഴിഞ്ഞം പൂവാർ മേഖലയിലെ വോട്ട് വലിയൊരു ഫാക്ടറാണ്. പലപ്പോഴും ശശി തരൂരിൻ്റെ കച്ചിത്തുരുമ്പ് ഈ തീരദേശ ബെൽറ്റാണ്. ഇപ്രാവശ്യം പക്ഷേ അദ്ദേഹത്തിന് അത്രയേറെ ബാങ്ക് ചെയ്യാൻ പറ്റുമോ ഈ മേഖലയിലേക്ക്? അവിടെയാണ് പ്രശ്നം. ഈ വിഴിഞ്ഞത്തെ കാര്യത്തിലൊക്കെ തന്നെ ഇദ്ദേഹം അവരുടെ എല്ലാവരുടെ ആളാണല്ലോ ശശി തരൂർ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്ത അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ പറയുന്ന പോലെ ആ മേഖലയിലെ ആളുകൾക്ക് പിന്നെ രുചിച്ചിട്ടില്ല. ആ സമയത്തിൻ്റെ സമരമൊക്കെ നടന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ശക്തമായ വികാരം അവിടെ ഉണ്ടായി. അപ്പം മുമ്പ് അവർ കണ്ട ശശി തരൂർ അല്ല ഇപ്പോൾ അവർ കണ്ട ശശി തരൂർ. പിന്നെ ഇപ്പോൾ അവിടെയാണ് ആ മേഖലയിൽ ഞാൻ തോന്നുന്നു രാജീവ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രവർത്തിക്കുന്ന ആ മേഖലയിലാണ്. ഞാൻ പറഞ്ഞത് രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് കുശാഗ്ര ബുദ്ധിക്കാരനാണ്. ഇതെല്ലാം പഠിച്ചിട്ടായി അവിടെ നിന്ന് വന്നിട്ടുണ്ടാവുക. രാജീവിന് കൃത്യമായ പ്ലാനുണ്ട്. ദൈവസഹായം കൊണ്ട് അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങളെ പ്രകൃതി പോലും ആ രീതിയിൽ കളിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥികളുടെ കാര്യം സംസാരിക്കുമ്പോൾ വളരെ പിന്നെ അങ്ങ് മുകളിലത്തെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ പേരുകളാണ് S. ജയശങ്കർ, നിർമ്മല സീതാരാമൻ, മോഡിയുടെ പേരുണ്ടായിരുന്നു ഒടുവിൽ. അതെ, മോദി, അത് സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞു മോദിക്ക് എവിടെ വേണേൽ മത്സരിക്കാമല്ലോ, തിരുവനന്തപുരത്ത് മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ വരുന്നു. അപ്പോൾ ഈ തരൂരിനെ തോൽപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് മോദിയുടെ BJPയുടെ ഉദ്ദേശം എന്തായിരിക്കും? അല്ല, അത് കേരളത്തിൽ കൃത്യമായൊരു അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ശരിക്കുള്ള ഒരു നാച്ചുറൽ A ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരത്ത് ഹിന്ദുത്വവാദത്തിന് ശക്തമായ അടിത്തറയുള്ള ഏരിയയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ BJP ഒക്കെ വളരുന്നത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ നമ്മുടെ പട്ടത്തിൻ്റെ പാർട്ടി. അപ്പം ആ പാർട്ടി പതുക്കെ ശോഷിച്ചില്ലാതാവുകയും അവരെന്ന് വെച്ചാൽ ഒരു എലീറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഹിന്ദുത്വ മൈൻഡോറിറ്റി കൂടിയുള്ള ആളുകളാണ്. അവരാണ് പിന്നെ ജനസംഘവും പിന്നെ BJP RSSും പിന്നെ BJP ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ ചാലാ കലാപം ഉൾപ്പെടെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. അപ്പം അതും ഇവിടെ BJPയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമല്ല. അവിടെ നിന്ന് അങ്ങോട്ടാണ് ആദ്യമായി രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ മത്സരിക്കുന്നു, ഹിന്ദു മുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം 1,00,000 പുറമെ വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ നാച്ചുറലായിട്ട് ഒരു ഹിന്ദുത്വ മണ്ഡലമായി മാറിയൊരു പ്രദേശമാണ് ഈ തിരുവനന്തപുരം സിറ്റി. അപ്പോൾ ഈ തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ കന്യാകുമാരിയായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. അവിടെ പൊൻ രാധാകൃഷ്ണൻ അവർക്ക് MP ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അപ്പം ഇത് കണക്ട് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലേക്ക് ഒരേപോലെ ആക്സസ് ഉള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ ഇവിടെ ഒരു ശക്തമായ സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിലേക്കും പിടിച്ചു കയറാൻ എളുപ്പമാണ്. തിരുവനന്തപുരത്തിന് അടുത്തുള്ള പ്രദേശം നിങ്ങളിപ്പം ആറ്റിങ്ങൽ എന്ന് വെച്ചാൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ അങ്ങോട്ട് കൊല്ലം ജില്ല അങ്ങോട്ട് കഴിഞ്ഞ് പത്തനംതിട്ട ഹിന്ദു ഭൂരിപക്ഷം ഉള്ള പ്രദേശമാണ്, പിന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കോട്ടയം അങ്ങോട്ട് സെൻട്രൽ ട്രാവൻകൂർ മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹിന്ദുത്വ വികാരത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും തരത്തിൽ ഹിന്ദുത്വ വികാരമുള്ളത്. ഇപ്പം മണിപ്പൂരൊക്കെ വന്നുകൊണ്ട് കൊന്ന് അടിച്ച് നിൽക്കുന്നതല്ലാതെ ഹിന്ദുത്വ വികാരമുള്ള സ്ഥലമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ ഫുട് ഹോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് വളരെ എളുപ്പം മലബാർ വെച്ചുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് കയറാൻ പറ്റും. മലബാറിൽ അത്ര എളുപ്പമല്ല, കാരണം അവിടെ പൊളിറ്റിക്കൽ വോട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഹിന്ദുത്വം എന്നുണ്ടെങ്കിൽ ഹിന്ദു എന്നുള്ള വികാരത്തിനാണ് കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷേ യുവാക്കളുടെ ഇടയിൽ വേറൊരു തരംഗപ്പ് ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്ലാനാണ്. ആ പ്ലാനിൽ BJPയെ ഉള്ളിൽ നിന്ന് ദുർബലമാകുന്ന ഫാക്ടേഴ്സിനെ മോഡി സൈഡാക്കാൻ തന്നെയാണ് മോഡിയുടെ തീരുമാനം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്.